ഇന്ന് യാത്രയുടെ മൂന്നാം ദിവസം അഥവാ ഫൈനൽ ഡേ. ഇന്നും കബനി നദി ഒഴുകുന്ന നാടുകളിലൂടെ തന്നെയാണ് ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നത്. ആദ്യം പോകുന്നത് വയനാട്ടിലെ ദ്വീപുകളായിട്ടുള്ള കുറുവ ദ്വീപിലേക്കാണ്. ഇന്നലെ രാത്രി ഞങ്ങൾ സുൽത്താൻ ബത്തേരിയിലാണ് താമസിച്ചത്. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് വടക്കനാട് വഴിയാണ് ദ്വീപിലേക്ക് പോകുന്നത്. വയനാടിൻ്റെ കാനന ഭംഗിയും ഗ്രാമഭംഗിയും ഒന്നിച്ച് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ വഴിയാണ് വടക്കനാട്. കുറുവാദ്വീപിലെത്തിയപ്പോൾ ഞങ്ങളെ സ്വാഗതം ചെയ്തത് ഈ വീണ് കിടക്കുന്ന വലിയ മരമാണ്. ഇതുപോലെ നൂറുകണക്കിന് വലിയ മരങ്ങളും ഔഷധ സസ്യങ്ങളും എല്ലാം ചേർന്നിട്ടുള്ള ഒരു സംരക്ഷിത പരിസ്ഥിതി ലോല പ്രദേശമാണ് കുറുവാദ്വീപ്. ദ്വീപിലേക്ക് പ്രവേശിക്കാൻ ഇതുപോലെയുള്ള ചങ്ങാടങ്ങളുണ്ട്. എന്നാൽ നല്ല മഴക്കാലങ്ങളിൽ ദ്വീപിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കും. ചങ്ങാടത്തിൽ കയറി അപ്പുറത്തെത്തിയാൽ പിന്നെ ഈ മുളയുടെ പാലം കൂടി കഴിഞ്ഞാൽ നമ്മൾ ദ്വീപിലെത്തി. ദ്വീപിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ബോർഡൊന്ന് ശ്രദ്ധിച്ചേക്കണം. പിന്നീട് മരങ്ങളും വള്ളികളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു കാനന പാതയാണ്. ഈ വഴിയിലൂടെ കുറച്ചു ദൂരം സഞ്ചരിച്ചാൽ നമുക്ക് ഇതുപോലെ പാറക്കെട്ടുകളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു പുഴയുടെ തീരത്തെത്തിച്ചേരാൻ പറ്റും. ഇവിടെ നമുക്ക് കുളിക്കാം, കളിക്കാം, വെറുതെ വിശ്രമിച്ചിരിക്കാം, കാഴ്ച കണ്ടിരിക്കാം. അതിനൊക്കെ പറ്റുന്ന അതിഗംഭീരമായൊരു സ്പോട്ടാണിത്. ഏതാണ്ട് 1 മണിക്കൂറോളം ഞങ്ങളിവിടെ ചെലവഴിച്ചു. അതിനുശേഷം ഞങ്ങൾ കബനി നദിയോട് വിട പറഞ്ഞ് വൈത്തിരിയിലേക്ക് പോയി. അവിടെ ഞങ്ങളുടെ സുഹൃത്ത് പറഞ്ഞു തന്ന ഒരു പ്രൈവറ്റ് വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു. വയനാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ ചെമ്പ്രയുടെ താഴ്വാരത്തിലുള്ള ഒരു മനോഹരമായ തേയിലത്തോട്ടത്തിലാണ് ഈ വ്യൂ പോയിൻ്റ് ഉള്ളത്. ഒരുപാട് പക്ഷികളും അതുപോലെ രാത്രി ആനയടക്കം ഇറങ്ങുന്ന ഒരു ഗംഭീര സ്പോട്ടാണിത്. പക്ഷേ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതിനാൽ ഇപ്പോഴിവിടേക്ക് ടൂറിസ്റ്റുകളെ കടത്തിവിടുന്നില്ല. ഞങ്ങളേതായാലും കുറച്ച് നേരം ഇവിടെ ക്യാമ്പൊക്കെ ചെയ്ത് ചായയൊക്കെ കുടിച്ചിട്ടാണ് അടുത്ത സ്ഥലത്തേക്ക് പോയത്. ഈ യാത്രയുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ നെല്ലറച്ചാൽ വ്യൂ പോയിൻ്റ് ആയിരുന്നെങ്കിലും അതിനിടയ്ക്ക് കിട്ടിയിട്ടുള്ള ഒരു ബോണസ് സ്പോട്ടാണ് ഈ കാണുന്ന വയനാട് ഹെറിറ്റേജ് മ്യൂസിയം. വയനാടിൻ്റെ മഹാശിലാ കാലഘട്ടത്തോളം വരുന്ന ചരിത്രത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് നെല്ലറച്ചാലിന് സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ വയനാട് ഹെറിറ്റേജ് മ്യൂസിയം. നിങ്ങൾ നെല്ലറച്ചാൽ വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായും കാണേണ്ട ഒരു സ്ഥലമാണിത്. അങ്ങനെ 3-ാം ദിവസം വൈകുന്നേരം ഞങ്ങൾ നെല്ലറച്ചാൽ വ്യൂ പോയിന്റിൽ എത്തിച്ചേർന്നു. കടൽ തീരമില്ലാത്ത വയനാട്ടുകാർക്ക് വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാൻ പറ്റുന്ന അതിമനോഹരമായൊരു സ്ഥലമാണ് നെല്ലറച്ചാൽ വ്യൂ പോയിന്റ്. കാരാപ്പുഴ ഡാമിൻ്റെ റിസർവോയറാണ് ഇങ്ങനെയൊരു ബ്യൂട്ടി സ്പോട്ട് വയനാടിന് സമ്മാനിച്ചത്. 3 ദിവസം നീണ്ടുനിന്ന ഞങ്ങളുടെ ക്യാമ്പിംഗ് യാത്ര അവസാനിക്കുകയാണ്. ഇനി മറ്റൊരു സ്ഥലം, മറ്റൊരു യാത്ര. ಯಾರಾರುವುದೋ ಪೆಣ್ಣೆ ಯಾರಾರುವುದೋ ಪೆಣ್ಣೆ